അമേരിക്കൻ കോടതികൾ പുറത്തുവിട്ട ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോകത്തെ തന്നെ ഞെട്ടിച്ച ക്രൂരതയുടെയും ലൈംഗിക അതിക്രമങ്ങളുടെയും ഭയാനകരമായ സത്യമാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അതിലേറെ ഭയാനകത എന്താണെന്ന് വെച്ചാൽ ഈ കുറ്റകൃത്യങ്ങൾ നടത്തിയതില് ലോകത്ത് തന്നെ സ്വാധീനമുള്ളവരും പണവും പദവിയുള്ളവരും ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞന്മാരടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തെറ്റും ശരിയും എങ്ങനെ നിർവചിക്കും? കുറെ പേര് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ തെറ്റും ശരിയെന്നത് അതൊരു ഇൻഡിവിജ്വൽ ലിബർട്ടിയാണ്. ഓരോ വ്യക്തിക്കും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. എന്താണ് തെറ്റ്, എന്താണ് ശരി എന്ന് ഓരോ വ്യക്തിയുമാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ഒരുപാട് പേര് വാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യന്മാർ ചെയ്ത ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ച് ഇവരുടെ ധാരണ എന്തായിരിക്കും? അതൊരിക്കലും തെറ്റല്ല, അത് വലിയ കുറ്റകൃത്യമൊന്നും ആയിരിക്കില്ല എന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. എന്നാൽ ഏത് കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടാലും നാളെ ദൈവത്തിന്റെ കോടതിയിൽ നിന്ന്, പടച്ചവന്റെ കോടതിയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ഏത് ഏകാന്തതയിലും ആ വിശ്വാസം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാവുമ്പോൾ ഈ മൊറാലിറ്റി, ധാർമ്മികതയുടെ പ്രാധാന്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. മനുഷ്യന്റെ ചില വിശേഷതകൾ വിവരിച്ചുകൊണ്ട് മനുഷ്യന് ബുദ്ധിയും അതുപോലെ വിവേചന ശക്തിയൊക്കെ നൽകിയിട്ട് അത് നന്മക്കായി ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉലൈക കൽ അൻആം, അവർ നാൽക്കാലി മൃഗങ്ങളെ പോലെയാണ്. ബൽഹും അദൽ, അല്ല, നാൽക്കാലി മൃഗങ്ങളെക്കാളും അവർ അധപ്പതിച്ചവരാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് എത്രമാത്രം യാഥാർത്ഥ്യമാണ്. നമുക്ക് ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഒക്കെ വേണം, പക്ഷെ അത് മാത്രം പോരാ. നമുക്ക് ധാർമ്മികതയും കൂടി വേണം, നമുക്ക് മൊറാലിറ്റി കൂടി നമ്മുടെ ജീവിതത്തിൽ വേണം. ആത്മീയവും ധാർമ്മികവുമായ ഒരു കരുത്ത്, അതൊരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യ ജീവിതം നയിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അതാണ് ഓരോ മനുഷ്യനും ആവശ്യമുള്ളത്.